ദേശീയ മുസ്ലിം എ.പി. അബ്ദുള്ളക്കുട്ടി മുസ്ലിം ലീഗിലേക്കെന്ന സൂചന. ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടത് പാർട്ടിക്ക് ഗുണമില്ലാത്തതുകൊണ്ട് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും നഷ്ടപ്പെട്ടേക്കും. അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവി ലീഗ് പ്രവേശനം വഴിത്തിരിവാകുമോ? ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലുമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് എ.പി. അബ്ദുള്ളക്കുട്ടിയെ പോലൊരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വ്യത്യസ്ത ധാരകളിലുള്ള വിവിധ പാർട്ടികളിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നയാൾ എന്ന നിലയിൽ വേറെയൊന്നും തോന്നുകയുമില്ല. പക്ഷേ ബി.ജെ.പി. പുനഃസംഘടന കഴിഞ്ഞതോടെ അത്തരത്തിലുള്ളൊരു വിവരങ്ങളാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. കാരണം ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട എ.പി. അബ്ദുള്ളക്കുട്ടി ബി.ജെ.പി. വിട്ടേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ബി.ജെ.പി. നേതൃത്വത്തിന് അബ്ദുള്ളക്കുട്ടിയോടുള്ള നീരസമാണ് സ്ഥാനനഷ്ടത്തിന് ഇടയാക്കിയതെന്നാണ് വിവരം. മാത്രമല്ല, നിലവിലെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും ഉടൻ രാജിവെപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. വിവിധ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്ന പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുവന്ന ചരിത്രമുള്ള അബ്ദുള്ളക്കുട്ടി ഒടുവിൽ മുസ്ലിം ലീഗിലേക്ക് എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതു സംബന്ധിച്ച ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമായിരിക്കുകയാണ്. SFI വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ അബ്ദുള്ളക്കുട്ടി 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പാർലമെന്ററി രംഗത്ത് ശ്രദ്ധേയനാകുന്നത്. പിന്നീട് CPM-ഉമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പാർട്ടിക്ക് പുറത്തുപോയ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. കണ്ണൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭയിൽ എത്തുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസുമായും അധികകാലം ഒത്തുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തുടർന്ന് ബി.ജെ.പിയിൽ ചേർന്ന അദ്ദേഹം ദേശീയ മുസ്ലിം എന്ന സ്വയം വിശേഷണത്തോടെ പാർട്ടിയിൽ സജീവമായി. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷ പദവിയും അദ്ദേഹത്തെ തേടിയെത്തി. ബി.ജെ.പി. ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് ഉപാധ്യക്ഷ പദവി പോലെയുള്ള ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ നൽകിയെങ്കിലും സംഘടനയ്ക്ക് ദേശീയ തലത്തിലോ കേരളത്തിലോ പ്രതീക്ഷിച്ച രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിലും പാർട്ടിക്ക് കൂടുതൽ അടിത്തറയുണ്ടാക്കുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടു എന്ന വിമർശനം ശക്തമാണ്. ഇതിന്റെ തുടർച്ചയായാണ് ബി.ജെ.പി. ദേശീയ ഭാരവാഹി പട്ടികയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത്. കൂടാതെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തു നിന്നും അദ്ദേഹം ഉടൻ രാജിവെക്കേണ്ടി വന്നേക്കാം എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 പാർട്ടികളെയും പിണക്കിയ അബ്ദുള്ളക്കുട്ടിക്ക് ഇനി ശേഷിക്കുന്ന പ്രധാന അഭയ കേന്ദ്രം മുസ്ലിം ലീഗാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ അദ്ദേഹം കരുക്കൾ നീക്കിയിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. ലീഗിന്റെ നേതാക്കളുമായുള്ള ബന്ധം തന്നെയാണ് പ്രധാന കാരണം. മുൻപ് തന്നെ മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്താനും ചർച്ചകൾ നടത്താനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ് വാസ്തവം. നിലവിൽ മംഗലാപുരം കേന്ദ്രീകരിച്ച് താമസിക്കുന്ന അബ്ദുള്ളക്കുട്ടിക്ക് കർണാടകയിലും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലും പാർട്ടി വിപുലീകരണത്തിന് ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന് ഒരു കേന്ദ്ര ബിന്ദുവാകാൻ സാധിച്ചേക്കാം. കൂടാതെ കേരളത്തിന് പുറത്തേക്ക് സ്വാധീനം വ്യാപിപ്പിക്കാൻ ലീഗ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിച്ച പരിചയമുള്ള ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും. അതേസമയം തുടർച്ചയായ പാർട്ടി മാറ്റങ്ങൾ കാരണം അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ബി.ജെ.പിയിൽ പ്രവർത്തിച്ച ഒരാളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ലീഗിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തയ്യാറാകുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ പ്രവചനാതീതമായതിനാൽ അബ്ദുള്ളക്കുട്ടിയുടെ അടുത്ത നീക്കം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം.